ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി അവർക്ക് എന്താണ് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നത്, അതോടൊപ്പം നിങ്ങളുടെ മനസ്സിലും എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെ പ്രതി എന്താണുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ പ്രതി, നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ് മനസ്സിലുള്ളത്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയായിരിക്കും ഭൂരിഭാഗം. ഇത് കാണുന്നതിൽ ഏറ്റവും നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാരുടെ റിലേഷൻഷിപ്പിലും ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഈ സെക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെയും ഈ സെക്ഷൻ നിങ്ങളുടേതുമാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു കാർഡ് എടുക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കുന്ന അടിയും വഴക്കും എല്ലാം അവസാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെയാണ്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. സണ്ണിൻ്റെ കാർഡാണ്. ഒരേ മനസ്സോടു കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇത് രണ്ടും യാത്ര തന്നെയാണ്. ഇത് നോക്ക്, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് ചാരിയറ്റ്, ഇത് 6 ഓഫ് സോഡ്. ഓക്കെ, രണ്ടുപേരും റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പം മിററിംഗ് ആണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവരുടെ മനസ്സിലും കടന്നു പോകുന്നത്. ഓക്കെ, നല്ല പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു ചിന്തയാണ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നല്ല പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നല്ല വേദനയുണ്ട്. ഓക്കെ, ഹാങ്ഡായിട്ട് നിൽക്കുകയാണ്. ഹാങ്ഡായിട്ട് നിൽക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ടോക്സിക് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പം നിങ്ങളെ ഒരു ചെറിയ ഭയം ഉള്ളതായിട്ടൊക്കെ കാണുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ അവർക്ക് ഉത്തരം തരേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഇനി എന്താകും, തേർഡ് പാർട്ടി ഏതെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തു വെച്ചിട്ടുണ്ടോ ഓക്കെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് എനർജി കാർഡിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബ്ലാക്ക് മാജിക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതൊരു തോന്നലുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഹാങ്ഡായിട്ട് നിൽക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ആക്ഷൻ എടുക്കത്തില്ല. കാരണം നിങ്ങൾ ഒരുപാട് വേദനയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ അറിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വേദന ടോളറേറ്റ് ചെയ്യുവാൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിന്താഗതിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ആണ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ദ ഫൂളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അവർക്ക് ഒരുപാട് വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുന്നില്ല. കാരണം അവരിൽ ഒരുപാട് സ്ട്രെങ്ത് ആയിരുന്നു, നിങ്ങളായിരുന്നു അവരുടെ സ്ട്രെങ്ത്. പക്ഷേ അതിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ അവരുടെ ലോകമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇവിടെയും ഡബിളിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷന് ഇവിടെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 2 പ്രാവശ്യവും തേർഡ് പാർട്ടി എനർജി ഡബിൾ എനർജിയെ കാണിക്കുന്നുണ്ട്. ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നു. ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്, അവർക്ക് ഒരുപാട് സ്നേഹം തന്നെയാണ്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിലും ചാരിയറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് സ്റ്റാർ ആണ്. നിങ്ങൾ എപ്പോഴും അവരെ അഫർമേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നിങ്ങൾ ഓരോ നിമിഷവും കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് അവരില്ലാണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് കാരണം നിങ്ങൾ പെട്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ചെയ്യുവാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കാരണം നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാക്കി മാറിയിരിക്കുകയായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അവരുടെ മെസ്സേജുകൾ പോലും നിങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്?
ഇവിടെ 5 ഓഫ് വാണ്ടിൻ്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നു. കോൺഫ്ലിക്റ്റിനെയാണ് കാണിക്കുന്നത്. ഒരു വഴക്കിടാൻ പോലും തയ്യാറായിട്ട് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അവർ തിരിച്ചു വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടാനുണ്ട്. അപ്പോൾ ആ മറുപടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. എന്തിനാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയത്, എന്തിനാണ് ഇങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയത്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി എത്രയും പെട്ടെന്ന് തന്നെ റീയൂണിയൻ ഉണ്ടാകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ്? ഫസ്റ്റ് കാർഡ് മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങൾ അവരുടെ സന്തോഷമാണ്, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവരൊരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവരെ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡൗട്ടൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കുക. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവർ നിങ്ങളുടേത് മാത്രമാണെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങളുടേതാണ് അവർ എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിട്ടുപോയതോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോയതിലോ അവരൊരുപാട് വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് ഇനി തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്ന് അവരുടെ ജീവിതം മുഴുവനും നിങ്ങളോടൊപ്പം തന്നെ സ്പെൻഡ് ചെയ്ത് തീർക്കണം, നിങ്ങളാണ് അവരുടെ ലോകമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്, പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കുവാനൊന്നും അവർക്ക് സാധിക്കില്ല. അവരുടെ ലോകം തന്നെ നിങ്ങളാണ്, അവരുടെ ജീവിതം തന്നെ നിങ്ങളാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതെന്ന് കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നിട്ടും എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്? ഇത്രത്തോളം സ്നേഹിക്കുന്നു, ഇത്രത്തോളം മനസ്സിൽ സ്നേഹമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ ഇവിടെ ഒരു നെഗറ്റീവ് അവരുടെ ഭാഗത്തുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ വിട്ടുകളയാനൊന്നും അവർ തയ്യാറല്ല. എങ്കിൽ പോലും അവരിലൊരു നെഗറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ കാർഡുകാർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്, നിയമപരമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ രണ്ടാമത്തെ കാർഡിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അവരൊരു കംഫർട്ട് സോണിലാണ്. അവരിപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിൽ മാനേജ് ചെയ്ത് അവർ പോകുന്നുണ്ട്. ഇപ്പം എന്ത് സിറ്റുവേഷനാണോ ഫസ്റ്റ് കാർഡ് ഉള്ളത്, ആ വ്യക്തി ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇനിയിപ്പോൾ എത്രയൊക്കെ ആയില്ലേ, ഇനി ഇതുപോലെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർ ആ കംഫർട്ട് സോണ് ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളെ തങ്ങളിൽ അടി ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരു വ്യക്തി കടന്നു വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.